باب الإله الواحد المنان وتشفعا بالمصطفى بحر الوفاء سر الوجود ومعدن العرفان بآله وبصحبه وبمن تلا منهاجهم في سائر الأزمان وبقطب دائرة الولاية كلها شيخ المشايخ أحمد التجاني شيخ المشايخ أحمد التجاني شيخ المشايخ أحمد التجاني. السلام عليكم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അന്ത്യനാൾ വരെ വെളിച്ചമായി ചില ആളുകളെ നിശ്ചയിക്കും. അവരുടെ സമാനം മുതൽ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് പ്രഭ പരത്തിക്കൊണ്ടേയിരിക്കും. ആ പ്രഭയിൽ നിന്ന് മൊത്തം ഭൂലോകവാസികൾ ഒടുവിലും ചില പ്രത്യേകക്കാർ ഹിദായത്ത് എന്ന മാർഗത്തിലും വെളിച്ചം സിദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും നേട്ടം നേടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തസറുഫാത്തിന്റെ അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇതെല്ലാം അല്ലാഹുവിന്റെ വളരെ വ്യക്തമായ അവന്റെ ആയാത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ ആയാത്ത് അടയാളങ്ങളെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും മാനിക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്നാൽ അത് സൂര്യനല്ല, അത് ചന്ദ്രനല്ല. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ പ്രപഞ്ചത്തിൽ വെളിച്ചം കൊടുക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രത്യക്ഷമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളക്കു സ്തംഭങ്ങളായ മഹത്തുക്കളായ ഹനീഫികളാണ്. ആ കൂട്ടത്തിൽ ലോകം കണ്ട അഗ്നേശ്വരനും പകരമില്ലാത്ത മഹാന്മാരിൽ മഹാനുമാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി. അവർ ബഹുമാനപ്പെട്ടവര് ഹിജ്റ 1150 അൽജീരിയയിലെ ഐലുമാവയിൽ ജനിച്ചു. ഹിജ്റ 1230 മൊറോക്കോയിലെ ഫാസിൽ മരിച്ചു. അവരുടെ പരിശുദ്ധമായ അവരുടെ ജസദ് പരിശുദ്ധമാക്കപ്പെട്ട മുഖദ്ദസായ ജസദ് ത്വാഹിർ അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഇനി അവർക്ക് ശേഷം അവരാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഭൂമിയിൽ സ്ഥാപിച്ച പരിശുദ്ധ മാർഗമാണ് തിജാനിയ മാർഗം. എല്ലാവരും കണ്ണ് തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. നിഷേധിക്കുന്നവർക്ക് റബ്ബിനെ നിഷേധിക്കാം, നിഷേധിക്കുന്നവർക്ക് മുത്തനബിയെ നിഷേധിക്കാം, നിഷേധിക്കുന്നവർക്ക് പരിശുദ്ധ കലാമിനെ നിഷേധിക്കാം, ആർക്കും നിഷേധിക്കാം. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നമല്ല. ബഹുമാനപ്പെട്ടവർ മുത്ത് മുഹമ്മദ് മുസ്തഫ യഖ്ലത്തിൽ നേരിട്ട്, സ്വപ്നത്തിൽ അല്ല, സ്വപ്നത്തിന്റെ ഒരു കളിയും തിജാനിയത്തിലില്ല. അങ്ങനെ വന്നതല്ല, സ്വപ്നം കൊണ്ടുണ്ടായതല്ല ബഹുമാനപ്പെട്ട തിജാനിയ മാർഗം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലത്തിൽ പലതവണയായി മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് നേരിട്ട് വന്ന് അന്ത്യനാൾ വരെയുള്ള എല്ലാ അസ്റാറുകളും മഹാനവറുകളെ ഏൽപ്പിച്ചവരുണ്ടാണ്. ആരെങ്കിലും ഏതെങ്കിലും പീഠികളുടെ വാക്ക് കേട്ട് ആഖിറം നഷ്ടപ്പെടുത്താൻ മെനക്കെടരുത്. അല്ലാഹുവിന്റെ ആലിമീങ്ങളെ ആര് നിഷേധിച്ചാലും അവൻ ദുനിയാവും നഷ്ടം, അവൻ ആഖിറവും നഷ്ടം എന്ന് അവൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇതൊന്നും ഞാൻ ഒരു ദുനിയാവിന് വേണ്ടി പറയുന്ന വാക്കാണെന്ന് ഒരാളും വിചാരിക്കരുത്. ഇത് അല്ലാഹുവിന് വേണ്ടി പറയുന്ന വാക്കാണ്. ആരൊക്കെ അല്ലാഹുവിന്റെ ആലിമിനെ സ്വീകരിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും പരാജയം വിജയിക്കും, അല്ലെങ്കിലോ അവൻ പരാജയപ്പെടും. വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർക്ക് എല്ലാ രഹസ്യങ്ങളും, ഈ പ്രപഞ്ച മണ്ഡലത്തിന്റെ രഹസ്യങ്ങൾ, അന്ത്യനാൾ വരെ അവിടെ നടക്കാനുള്ള സകല കാര്യത്തിന്റെ രഹസ്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ദറജയാണ് അൽ ഖുതുബുൽ മക്തൂം എന്ന ദറജ. ആ ദറജ ലാ യഅലമുഹാ ഇല്ലല്ലാഹു വറസൂലുഹു അൽ മുസ്തഫ. അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അല്ലാതെ ആ
ദർജ മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. ഇനി അന്ത്യനാൾ വരെ വേറൊരു ത്വരീഖത്ത് ഉണ്ടാകാനേ ഇല്ല. അത് അസംഭവ്യമാണ്. ഈ ഭൂമിക്ക് മുകളിൽ അവർ വഫാത്തായിട്ട് അവർ ജനിച്ചിന്ന് വരെ ത്വരീഖത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഹിജ്റ 1150 അവർ ജനിച്ചു. ഇത് ഹിജ്റ 1442. ഇന്ന് വരെ ഭൂലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഒരു ത്വരീഖത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല, ഇനി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഖിയാമത്ത് നാൾ വരെ ഇനി ഭൂമിയിൽ ത്വരീഖത്ത് ഉണ്ടാവില്ല. ആഖിർ സമാന്റെ ത്വരീഖത്ത് അല്ലാഹുവും റസൂലും ഏൽപ്പിച്ചതാണ്. മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് പഠിക്കാൻ തയ്യാറാണ്. പിന്നെ ആലിമീങ്ങൾ ആകെ നിഷേധിക്കുന്നവരുണ്ടാവും. അവർക്ക് എന്ത് തിജാനി, എന്ത് മുഹദ്ദിൻ ശൈഖ്, എന്ത് റിഫായി ശൈഖ്, അവരവരുടെ പണിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആരെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇത് പറയും. അവരവരുടെ പണിയെടുക്കുക, അവരവരുടെ കളത്തിൽ നിന്ന് കളിക്കുക. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ സിദ്ദീഖീങ്ങൾക്ക് അല്ലാഹു തആല വലിയ ദർജ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി. അതിൽപ്പെട്ട ഒരാളാണ് ശൈഖ് ഖാലിദ് ബിൻ അഹ്മദ് കബീർ റിഫായി. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി, ഇബ്രാഹിം ദസൂഖി, ബഹുമാനപ്പെട്ട സുൽത്താൻ അബുൽ ഹസൻ അൽ-ഷാദുലി, ഇതെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ്. ആഖിർ സമാനിൽ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ ജനിക്കുകയും 13-ാം നൂറ്റാണ്ടിൽ വഫാത്താവുകയും ചെയ്ത മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട ഇത് 15-ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 1230-ലാണ് അവർ വഫാത്താവുന്നത്. മനസ്സിലായില്ലേ? ഇത് ഹിജ്റ 1442-ആണ്. അന്ത്യനാൾ വരെ ഇനി ഒരു ത്വരീഖത്ത് ഉണ്ടാകാനില്ല. ഏതെങ്കിലും ത്വരീഖത്തിന്റെ ഫുറൂഉകൾ ഉണ്ടാകാം. ഒരു മുസ്തഖിലത്തായ ത്വരീഖത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാനില്ല. ഇദാ വഹറൽ മഹ്ദി യത്ലുബു മിൻ അസ്ഹാബിനാ അൽ-ഫാത്തിഹ. ബഹുമാനപ്പെട്ടവർ തന്റെ റസായിലിൽ പറഞ്ഞതായി കാണാം. വേറെ പല സ്ഥലങ്ങളിലുണ്ട്. മഹ്ദി വന്നാൽ പോലും റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമിന്റെ ത്വരീഖുമാണ് അവരുടെ ത്വരീഖ്. മഹ്ദി ഇമാം ഹുസൈൻ ഹസനിയ, ബഹുമാനപ്പെട്ടവരും ഹസനിയ. അറിയില്ലേ? അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി അൽ ഹസനി, അവർ ഹസനിയ, മഹ്ദി ഇമാമും ഹസനിയ. മനസ്സിലായില്ലേ? മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. സ്വന്തം അഹംഭാവം കൊണ്ട് നടക്കരുത്. എനിക്കെല്ലാം നടന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ വിചാരിച്ചാലും പരാജയപ്പെടും. എനിക്ക് ഞാൻ ഇപ്പോൾ കളിക്കുന്ന കളി മതി, ഇങ്ങനെ തന്നെയാ ഞാൻ പരലോകത്ത് വിജയിക്കുമെന്ന് വിചാരിച്ച് വിഡ്ഢികൾ സ്വർഗത്തിൽ പെട്ടുപോകരുത്. അള്ളാഹു അവലംബമാക്കി തന്ന മഹത്തുക്കളെയും ആത്മീയങ്ങളെയും അവലംബമാക്കിയാൽ പരലോകത്ത് ഉന്നതമായ വിജയം വിജയിക്കാൻ കഴിയും. അള്ളാഹു ഈ ദുനിയാവിലേക്ക് കാണുന്നതല്ല, നിലപ്പുറം ലോകം വരാമുണ്ട്. ഇവിടുത്തെ കഷ്ടപ്പാടല്ല, ഇവിടുത്തെ കൊറോണയല്ല, ഇവിടുത്തെ പ്രയാസമല്ല, ഇവിടുത്തെ ദാരിദ്ര്യമല്ല, ഇവിടുത്തെ കഷ്ടപ്പാടല്ല. പ്രയാസം എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലെ പ്രയാസം. എന്തുകൊണ്ട്? ഖാലിദൻ മുഖല്ലദൻ, അതെന്നും ഖാലിദൻ സർമദൻ, അൽ ഹയാത്തു സർമദിയ, അതെന്നുമുള്ള ജീവിതമാണ് എന്ന് മനസ്സിലാക്കുക. നിസ്സാരമായ ദുനിയാവിന് വേണ്ടിയുള്ള ജീവിതം എന്നെന്നുമുള്ള ജീവിതമാണ്. അതെന്നോട് മനസ്സിലാക്കുക. അത് എന്നെന്നുമായ ഒരു ജീവിതമാണ്. അത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ചിന്തിക്കണം. ഈ ഭൂമിക്കടിയിൽ ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോടായി പറയുന്നത്. ഇതിനപ്പുറം ലോകമില്ല. കാലത്തിനനുസരിച്ച് വന്ന് മരിച്ചു പോകുന്നതിനപ്പുറം ഭൂമി മനുഷ്യനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരോട് പ്രവർത്തനമില്ല. ഈ ഭൂമിക്കടിയിൽ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിചാരിക്കുന്നവർ, അവന്റെ നിസ്സാരപ്പെട്ട അമലുകളിൽ അവൻ വഞ്ചിതനാണെങ്കിൽ അവൻ ചിന്തിക്കണം. എന്ന അമലുകൾക്ക് പ്രതിഫലമല്ലേ അല്ലാഹു സ്വീകരിച്ചാൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അമലുകൾ ചെയ്യണ്ടേ? തീർച്ചയായും ചെയ്യണം. എന്താ തിജാനിയ? തിജാനിയ പറഞ്ഞാൽ അത്വരീഖത്തു ബിശ്ശരീഅ. എന്താ തിജാനിയ മാർഗം? തിജാനിയ മാർഗം എന്നാൽ എന്താണ്? അത്വരീഖത്തു ബിശ്ശരീഅ. ശരീഅത്ത് കൊണ്ടുള്ള ത്വരീഖത്താണ് എന്ത്? തിജാനിയ. ശരീഅത്ത് കൊണ്ടുള്ള ത്വരീഖത്താണ്. ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക, അല്ലാഹു നിസ്കരിക്കുക, ജമാഅത്തിൽ പങ്കെടുക്കുക. മനസ്സിലായില്ലേ? കൃത്യമായി നോമ്പ് എടുക്കുക, പടച്ചോനെ പേടിക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, സാധുക്കൾക്ക് പരമാവധി അവന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ജനങ്ങളോട് ഖുലുഖുൽ ഹസനോടുകൂടെ ജീവിക്കുക, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതിനാണ് എന്ത് പറയാ? ഇതാണ് ശരിയാത്ത്. ഇതാണ് ശരിയാത്ത്. ശരിയാത്ത് കൊണ്ടുള്ള ത്വരീഖത്താണ് എന്ത്? ഇദാ സമിഅതും അന്നി ശൈഅൻ ഫസിനുഹു ബിമിൻസാനി ശറഅ.
ഇൻ വാഫഖ ഫഖുദു വഇല്ല ഫത്റുകു. ഇത് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. ഇദാ സമിഅതും അന്നി ഷൈഅൻ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് നിങ്ങൾ കേട്ടാൽ ഫസിനുഹു ബിമീസാനി ശറഅ, നിങ്ങൾ അത് ശരീഅത്തിന്റെ തുലാസിലിട്ട് നോക്കി. ഇൻ വാഫഖ ഫഖുദു, ശരീഅത്തിനോട് യോജിച്ചെടുക്കാം, വഇല്ല ഫത്റുകു, അല്ലെങ്കിൽ ഒഴിവാക്കണം. എന്തുകൊണ്ട്? ശരീഅത്തല്ലാത്തൊരു കാര്യം ഇതിന്റെ ത്വരീഖത്തിൽ ഇല്ല. തിജാനിയത്തിൽ ശരീഅത്തല്ലാത്ത ഒന്നുമില്ല. എന്താ തിജാനിയ? തിജാനിയ ശരീഅത്ത്. എന്താ തിജാനിയ മാർഗം? ശരീഅത്താണ്. അതിനോട് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, പടച്ചോനെ പേടിക്കുക, മുത്തഖിയായി ജീവിക്കുക. ഇത് തന്നെ ഒരാളെ മുന്നിൽ ആളാകാൻ വേണ്ടി നടത്തുന്ന ത്വരീഖത്തല്ല തിജാനിയത്ത്. ഒരാൾ ശൈഖും, ഒരാൾ വലിയ ഖുറൈശിയും, ഒരാൾ അടിയനുമായി കാലിലോട്ട് നടക്കുന്ന അതാണ് തിജാനിയത്ത്. എന്താ തിജാനിയത്ത്? തിജാനിയത്ത് എന്നാൽ അത്വരീഖത്തു ബിശ്ശരീഅ, അത്വരീഖത്തു ബിശ്ശരീഅ. ശരീഅത്ത് കൊണ്ടുള്ള ത്വരീഖത്തിനാണ് എന്ത് പറയാ? തിജാനിയ എന്ന് പറയാം. ശരീഅത്ത് നിയമങ്ങൾ പാലിക്കൂലെങ്കിൽ ഒരു തിജാനിയ, അവനത് തിജാനിയ. മനസ്സിലാണ്ട് പറഞ്ഞത്? തിജാനി എന്ന് പറഞ്ഞാൽ എന്തനുസരിച്ച് ജീവിക്കണം? ശരീഅത്ത് ജീവിക്കണം. ശരീഅത്താണ് ത്വരീഖത്ത്. അത്തിജാനിയ എന്ന് പറഞ്ഞാൽ അത്വരീഖത്തു ബിശ്ശരീഅ, ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണം. ഏതെങ്കിലും മഹത്തുക്കളായ അല്ലാഹുവിന്റെ മഹാന്മാരായ ഉലമാക്കളാകുന്ന അയിമ്മത്താകുന്ന മുജ്തഹിദീങ്ങൾ പറഞ്ഞു വെച്ച ഒരു വിഷയത്തിലല്ലാതെ തിജാനിയത്ത് ഉണ്ടാവുകയില്ല. ഒരു ഇമാം അല്ലെങ്കിൽ ഒരു ഇമാം, അതല്ലെങ്കിൽ മറ്റൊരു ഇമാം ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. മുസല്ലമത്തായി ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന മദാഹിബുൽ അർബഅ, പരിശുദ്ധമായ മദാഹിബുൽ അർബഅ അനുസരിച്ച് ജീവിക്കും. ലോകം കണ്ട ആലിമീങ്ങളും സിദ്ദീഖീങ്ങളും പിൽക്കാലഘട്ടത്തിൽ മുതഅഖിരീങ്ങളായ മുതഅഖിരീങ്ങളായ മുജ്തഹിദീങ്ങളുടെ ദർജ എത്തിച്ച ആളായിരുന്നു മാലിക്കി മദ്ഹബിൽ ആലി അഹ്മദ് തിജാനി. ഏതെങ്കിലും ഒരു വിവരമില്ലാതെ കാട്ടിലിരുന്ന് ജീവിച്ച ആളാണ്. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് സമാനമായ പണ്ഡിതന്മാർ മാലിക്കി മദ്ഹബിലിന്റെ ലോകത്തിൽ അത്രയും വലിയ ആലിമാണ് ആലി അഹ്മദ് തിജാനി. ആരാ മനസ്സിലാക്കുക? ഏതോ തെണ്ടി തിരിഞ്ഞാർന്നാവുന്നല്ല, ശരിയായിട്ട് പൂർത്തിയാക്കി പ്രവേശനം. മനസ്സിലാവുന്ന പറഞ്ഞത്? ഇന്നും അതിന്റെ മശായിഖന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് ലോകത്തറിയപ്പെടുന്ന, ലോകം കണ്ട് അറിയപ്പെടുന്ന പരിശുദ്ധമായ മാലിക്കി മദ്ഹബിലെ ഉന്നതന്മാരായ മശായിഖന്മാര്, ശാഫിഈയത്തിലെ ഉന്നതന്മാരായ മശായിഖന്മാർ, ഉലമാക്കൾ, അവരെല്ലാം തിജാനിയത്തിന്റെ ആളുകളാണ്. അതുപോലെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഹഫീദുൽ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1978 അവരുടെ വഫാത്ത്. അവരെ കുറിച്ച് ഷെയ്ഖ് മുത്തവല്ലി ശഹറാബി പറഞ്ഞത് എന്താ? ഷെയ്ഖ് മുത്തവല്ലി ശഹറാബി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താ? എന്റെ ഉസ്താദാണ് ഹഫീദുൽ മുസ്ലിം തിജാനി. അവർ 40 വർഷത്തിലേറെ ഇശാ നിസ്കരിച്ച വുളു കൊണ്ട് സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ശഹറാബി റഹ്മത്തുള്ളാഹി. ആരാണ് ഷെയ്ഖ് മുത്തവല്ലി ശഹറാബി? 20ാം നൂറ്റാണ്ടിലെ അഹ്ലുസുന്നയുടെ ഹുജ്ജത്താണ്, വിശേഷം പഠനാണ്. 20ാം നൂറ്റാണ്ടിലെ അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള ഹുജ്ജത്താണ് ആര്? മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ശഹറാബി, മുഹമ്മദ് മുത്തവല്ലി ശഹറാബി. നിനക്ക് മണിമണിയായ ആയിരക്കണക്കായ തെളിവുകളുടെ കയ്യിലുണ്ട്. വെറുതെ പറയുന്നത് അഹ്ലുസുന്നയുടെ ഈ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ ഹുജ്ജത്തായിരുന്നു 20ാം നൂറ്റാണ്ടിൽ ആര്? ഷെയ്ഖ് മുത്തവല്ലി ശഹറാബി റഹ്മത്തുള്ളാഹി. എല്ലാം ചിന്തിക്കണം. 20ാം നൂറ്റാണ്ടിലെ ഹുജ്ജത്ത് തന്നെ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി. അവരുടെ ഉസ്താദാണ് ആര്? ഹാഫിദ് മുഹമ്മദ് തിജാനി അൽ-മുസ്ലി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായില്ല? 20ാം നൂറ്റാണ്ടിലെ ലോകം കണ്ട സുന്നത്ത് ജമാഅത്തിന്റെ മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി മക്കി. അവരുടെ ഉസ്താദാണ് ആര്? ഹാഫിദ് മുഹമ്മദ് തിജാനി റഹ്മത്തുള്ളാഹി. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ഒരു മഹാനായ ഇവരെ പറ്റിയാണ് പറയുന്നത്. ഈ മഹാന്മാരൊക്കെ അംഗീകരിക്കുന്നതാണ്. എന്ത് അംഗീകരിച്ച കാര്യമാണ്? എന്ത്? ഈ മഹാൻ, ഈ മുഹമ്മദ് മുസ്ലി തിജാനി റഹ്മത്തുള്ളാഹി 40 കൊല്ലത്തിലേറെ ഇശാ നിസ്കരിച്ച വുളു കൊണ്ട് സുബഹി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് മുത്തവല്ലി ശഹറാബി പറഞ്ഞ റിക്കാർഡ് എന്റെ കയ്യിലുണ്ട്. അടിച്ചുമായ പറഞ്ഞ റിക്കാർഡ് എന്റെ കയ്യിലുണ്ട്. ലോകത്തിന്റെ മുന്നിലുണ്ട്. എന്റെ കയ്യിൽ മാത്രമല്ല, ലോകത്തെ എല്ലാവരുടെ കയ്യിലുണ്ട്. ലോകത്ത് ഇത് പഠിക്കാൻ ആയൊക്കെ ഒരുങ്ങി അവരൊക്കെ കയ്യിലുണ്ടോ? മനസ്സിലാവുന്നത് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇൽമിന്റെയും മഅരിഫത്തിന്റെയും പരിശുദ്ധ
ദീനിന്റെയും ശരീഅത്തിന്റെയും ത്വരീഖത്താണ് എന്ത് ഒരു വഫാത്തായ ദിവസമാണ്. ആകാശഭൂമികൾക്കിടയിൽ അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി അവരുടെ ത്വരീഖത്തിൽ വന്നവരും മറ്റു ത്വരീഖിൽ വന്നവരും സുന്നത്ത് ജമാഅത്തിന്റെ മറ്റു മദ്ഹബിൽ വന്നവരും എല്ലാം അവരംഗീകരിച്ചവരാണ്. അവരംഗീകരിച്ചവരാണ്. അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇത്തരം ആളുകളെ തരുന്നത് എന്തിനു വേണ്ടിയാണ്? ഭൂഗോളവാസികൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്തിന്റെ എല്ലാം റഹ്മത്താണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇذنിഹി വസിറാജൻ മുനീറാ. ആ സിറാജൻ മുനീർ എന്ന മിസ്ബാഹുകളാണ് ഇവരെല്ലാം. അല്ലാഹു തആല അവരുടെ ദർജകളെ ഉയർത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد. പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ആമീൻ. ഭൂഗോളത്തിലെ എല്ലാവരെയും പടച്ചവനെ എല്ലാവരും പ്രയാസങ്ങളും രക്ഷപ്പെടുത്തണം. ആമീൻ. എല്ലാ ജീവജാലങ്ങളെയും നീ കാക്കണമേ. ആമീൻ. എല്ലാ ജീവജാലങ്ങളും കാക്കണമേ. ആമീൻ. എല്ലാ ജാതി മതസ്ഥരെയും നീ കാക്കണമേ. ആമീൻ. എല്ലാ പർവ്വതങ്ങളെയും എല്ലാത്തിനെയും നീ കാത്തിരക്ഷിക്കണം. ആമീൻ. എല്ലാ മരങ്ങളെയും കാക്കണമേ റബ്ബേ. എല്ലാ വസ്തുക്കളെയും കാക്കണമേ റബ്ബേ. എല്ലാ ജീവജാലങ്ങളെയും കാക്കണമേ റബ്ബേ. ഈ ഭൂമിക്ക് മുകളിൽ എന്തെങ്കിലും ദുരിതം നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുരിതത്തിൽ നിന്നെല്ലാം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. സകല ജീവനുള്ളതിനെയും സകല ജീവനില്ലാത്തതിനെയും സകല വസ്തുക്കളെയും സകലതിനെയും വരാനുള്ള എല്ലാ ദുരിതത്തിൽ നിന്നും കാത്തിരക്ഷിക്കണമേ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കണമേ. ഈ പരിശുദ്ധമായ മാർഗത്തിൽ ശരീഅത്ത് കൊണ്ടുള്ള ത്വരീഖത്താവുന്ന ഹഖായി ഒരു മുഅ്മിനായ മനുഷ്യനായി ജീവിക്കുക. ഖുർആനും സുന്നത്തും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക. ഇതാണല്ലോ ബഹുമാനപ്പെട്ട ത്വരീഖത്ത് തിജാനിയത്തിലെ ബൈഅത്ത്. എന്താ തിജാനിയത്തിലെ ബൈഅത്ത്? ശരീഅത്ത് അനുസരിച്ച് ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന ബൈഅത്താണ് ആ ബൈഅത്ത്. അല്ലാഹു അനുസരിച്ച് ജീവിക്കാൻ സകല മനുഷ്യരെയും പടച്ചവനെ രക്ഷപ്പെടുത്തണം. സൽബുദ്ധി എല്ലാവർക്കും നൽകണമേ. അഹങ്കാരം കൊണ്ടും ഏകാധിപത്യം കൊണ്ടും മനുഷ്യൻ കഷ്ടപ്പെടുത്തുന്ന ഭരണാധികാരികളോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കണമേ. അവരെ കൊണ്ട് വേറുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന ചിന്ത അതവർക്ക് മോശത്തിന് എതിരായി മാറും. അവർക്ക് മോശം കിട്ടൂല എന്ന ചിന്ത അവർക്ക് ഇട്ടുകൊടുക്കണമേ. ഏത് മതത്തിലാണെങ്കിലും മോക്ഷമാണെങ്കിലും ലക്ഷ്യം പഠിച്ചവനെ റഹ്മാനെ രക്ഷിതാമേ അല്ലാഹ്. ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യന്മാരാണെങ്കിലും അവരൊക്കെ അല്ലാഹുവേ ഹഖായ മാർഗ്ഗത്തിലെത്തിക്കണമേ. ഹഖായ മാർഗ്ഗത്തിലെത്തിക്കണമേ. ഹഖായ മാർഗ്ഗത്തിലെത്തിക്കണമേ. സാധു ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഭരണാധികാരികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ. സാധു ജനങ്ങളുടെ ശാപമേറ്റാൽ ഒരു ജാതിയിൽപ്പെട്ടവരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും സാധു ജനങ്ങൾ ശാപമേറ്റാൽ രക്ഷപ്പെടൂല എന്ന ബോധം അവർക്കൊക്കെ നൽകണമേ. ഒരു സാധുവിനോ ഒരു ജന്തുവിനോ ഒരു ഉപദ്രവം കൊണ്ട് ഞങ്ങളെ കൊണ്ട് വരരുതേ പഠിച്ചോനെ. മറ്റുള്ളവരുടെ ഉപദ്രവം ഞങ്ങൾ കേൾക്കരുതേ. അല്ലാഹു മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരുടെയും പട്ടിണി മാറ്റി കൊടുക്കണമേ. എല്ലാവരും രോഗം ശിഫയാക്കണമേ. വായുവിലും വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്നവർ ഏത് ജാതിയും ഏത് മതവുമാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടുത്തണമേ. എല്ലാവരും രക്ഷപ്പെടുത്തണമേ. എല്ലാവരും രക്ഷപ്പെടുത്തണമേ. وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضلك. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين.